ഏയ് ഗായ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കാണിക്കണം, എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാകുന്നൊക്കെ നമ്മളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് ഫ്രൂട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വെറൈറ്റി സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. $3 പാക്കറ്റ് ഫ്രൂട്ട്സിനെ കട്ട് ഫ്രൂട്ട് ആണ് അതിനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് $10 അപ്പോൾ $10 കൊടുത്ത് നമുക്ക് 3 വെറൈറ്റി ഫ്രൂട്ട്സിനെ കട്ട് വെച്ചിരിക്കുന്നത് കാണാം. പേരക്ക, പപ്പായ, മാംഗോ, അതുപോലെ പേഴ്സിമൺ ഫ്രൂട്ട്, വാട്ടർമെലൺ, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട് എന്നുവേണ്ട സകലമാന ഫ്രൂട്ടും ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യാത്ത ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതൊക്കെ കണ്ടോ, വലിയ ചാമ്പക്കയാണിത്. ചാമ്പക്കയുടെ സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വലിയൊരു ആപ്പിളിന്റെ സൈസാണ് ചാമ്പക്കൊക്കെ. ഈ കാണുന്നത് നമ്മുടെ മാംഗോ തന്നെ കേട്ടോ. നല്ല മാംഗോ ആണ്, ചെറിയ സൈസ് ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി മാംഗോ കിട്ടും. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വെറൈറ്റി മാംഗോസ് ഇവിടെ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ആക്ച്വലി ഞങ്ങൾ മാർക്കറ്റിൽ പോയത്. അവൻ ഇഷ്ടപ്പെട്ടത് റംബൂട്ടാൻ ആയിരുന്നു. റംബൂട്ടാൻ ഭയങ്കര മധുരമാണെന്ന് അവൻ പറയുന്നത്. പക്ഷെ എനിക്ക് ചാമ്പക്ക കണ്ടപ്പോഴേക്കും എന്തോ എനിക്ക് ചാമ്പ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ചാമ്പക്ക കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ചാമ്പക്ക ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഉണ്ടാവും, കാരണം ബഡിങ് ടൈപ്പും ബഡ് ടൈപ്പ് ഒക്കെ കുറെ ഇറങ്ങുന്നതുകൊണ്ട്. ഈ ഒരു ടൈപ്പ് ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്, അതുപോലെ നാട്ടിൽ കിട്ടാത്തതും അവൈലബിൾ ആണ്. ഗൈസ്, ഒരു വലിയ ചാമ്പക്ക. ഓ മാൻ, ഞാൻ ഇത് കഴിച്ചിട്ടില്ല. സാധനമാണത് പീച്ചല്ലേ, പീച്ച് ഫ്രൂട്ട് അല്ലേ ഗൈസ്? ഇതാണ് പീച്ച് ഫ്രൂട്ട്. നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കഴിക്കാത്ത അടുത്ത ഫ്രൂട്ട് കണ്ടു ഗൈസ്. ഇതെന്താണെന്നാവോ ഇതിന്റെ പേര്? നമ്മൾ ഇതും കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് കഴിച്ചിട്ടില്ല. ഈ മത്തങ്ങ പോലത്തെ സാധനം കഴിച്ചിട്ടില്ല. നമ്മൾ മേടിക്കോട്ടെ ഫ്യൂച്ചറിൽ. ഇത് കഴിച്ചിട്ടില്ല. ഇതെന്താ ഇതിങ്ങനെ പുളിയാ? ഇതിൻ്റെയൊക്കെ പേരെന്താണാവോ? എന്ത് ചൈനീസ് ഭാഷയിൽ ഇതിനകത്ത് അറിയില്ല. പീച്ച് മാത്രം അറിയാം, ബാക്കി ഒന്നും അറിയാൻ പാടില്ല. ഓ, യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് മാൻ. ഇതെന്തായാലും നമ്മൾ മേടിക്കേണ്ടതായിരുന്നു കേട്ടോ. സൂപ്പർ സ്വീറ്റ് ആണ്, പക്ഷേ $8 അതിന് വരുന്നത്. യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഗൈസ്. $8 മുടക്കി നമ്മൾ ഇപ്പം മേടിക്കണില്ല. നമ്മൾ എന്തായാലും മേടിക്കാം, പിന്നെ മേടിക്കാം. ചോയ് ഗൈസ്, നാച്ചുറൽ ചോയ്, നാച്ചുറൽ ചെറി ഗൈസ്. റംബൂട്ടാൻ നമ്മൾ വാങ്ങിച്ചപ്പോൾ റംബൂട്ടാൻ നല്ല മധുരമാണല്ലോ. നല്ല മധുരം, നല്ല ഫ്ലഷ് ഉണ്ട്. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ചാമ്പക്ക കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലിയ ചാമ്പക്ക ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഈ ചാമ്പക്ക കഴിക്കുന്നത്. ടേസ്റ്റ് നമുക്ക് നോക്കാം. കഴുകിയിട്ടൊന്നുമില്ല. എനിവേ തുടച്ചിട്ട് കഴിക്കാൻ പോണേ. ചാകണേ ചാകട്ടെ. അടിപൊളി ചാമ്പ, അടിപൊളി ചാമ്പ. നല്ല വലിപ്പമുണ്ട്. ഒരു മിനി ആപ്പിളിൻ്റെ വലിപ്പമുണ്ട്. ഒന്നല്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഫൈനലി നമ്മുടെ ഡൂരിയൻ ഫ്രൂട്ട് കണ്ട്. നമ്മൾ ഡൂരിയൻ ഫ്രൂട്ടൊക്കെ ആക്ച്വലി ഇവിടെ വരുമ്പോൾ 1 കിലോ ഡൂരിയൻ ഫ്രൂട്ട് $48. ചീഞ്ഞ മണം അടുത്ത് കൂടി പോകുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. എന്താ ഡിമാൻഡ് എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഓവർ പ്രൈസ്ഡ് ആണോ? നല്ല അപ്പിമണമാണ് ഇതിനെ. എന്തായാലും നമ്മൾ പിന്നീട് മേടിച്ച് ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ മേടിക്കുന്നില്ല. കൂടുതൽ സിംഗപ്പൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ വേണ്ടി സ്റ്റേ ട്യൂൺ. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ബൈ.